അൻവറിനെ നിരീക്ഷിക്കാൻ CPM എന്നുള്ള വാർത്തയാണ് വരുന്നത്. അൻവറിൻ്റെ തുടർ നീക്കങ്ങൾ പാർട്ടി നിരീക്ഷിക്കും. പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നുള്ളൊരു സംശയവും CPM-നും CPM നേതൃത്വത്തിനും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ചിലരെയൊക്കെ പ്രത്യേകം ലക്ഷ്യം വച്ചതും കൊണ്ടാവാം ഇത് ഉണ്ടായിട്ടുള്ളത്. കാര്യം പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ക്രമസമാധാന ചുമതലയുള്ള ADGP-യെയും അദ്ദേഹം വളരെ പേരെടുത്ത് പറഞ്ഞ് ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളിൽ നിന്ന് അൻവറിന് പിന്തുണയും സഹായവും ലഭിക്കുന്നതായും അവർക്ക് വേണ്ടി കൂടിയിട്ടാണ് ചില ക്രിമിനൽ സംഘങ്ങൾ അടക്കമുള്ള അതല്ലെങ്കിൽ പല കേസുകളിലും അന്വേഷണം നേരിടുന്ന പലർ ചേർന്ന ഒരു വലിയൊരു നെക്സസ് അൻവറിന് പിന്നിലുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. ആ ലൈനിലാണ് ഇൻ്റലിജൻസിൻ്റെയും പോലീസ് ഉന്നത അന്വേഷണവും ഒക്കെ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് അൻവറിനെ തള്ളിക്കൊണ്ട് പാർട്ടി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കൃത്യമായ സൂചനയും അൻവറിന് ലഭിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണോ ഒരു വെടിനിർത്തലും കീഴടങ്ങലും ഒക്കെ നടത്തിയത് എന്ന് നമുക്കറിയാം. രാജീവ് ചേരുന്നു. രാജീവ്, അൻവർ പേടിച്ചോ? രാജീവ് ചേരുകയാണ്. രാജീവാണ് ഈ വാർത്ത നൽകിയത്. ഒരു ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമസമ്മേളനം നടത്തുന്നു. ഇതെല്ലാം തള്ളിപ്പറഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ പ്രതിരോധിച്ച് ADGP ഇപ്പം മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയോട് എനിക്ക് തികഞ്ഞ ബഹുമാനമാണ്, ആരാധനയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതിനെ മൊത്തം തള്ളിക്കൊണ്ടും മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി P. ശശിയും MR അജിത് കുമാറും അടക്കമുള്ളവർക്കെതിരെ ആരോപണ ശരങ്ങൾ എഴുതുകൊണ്ടും അൻവർ എളിയ രംഗത്ത് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്നൊരു മലക്കം മറിച്ചിൽ, ഒരു കീഴടങ്ങൽ. രാജീവ്, അൻവർ ഭയന്നോ? നമസ്തേ പ്രദീപ, വീണ. ഏതായാലും PV അൻവർ നിലപാട് മാറ്റുമ്പോഴും CPM അദ്ദേഹത്തെ വിടാൻ തയ്യാറല്ല. അദ്ദേഹത്തെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും PV അൻവറിന് പിന്നിൽ ചില ബാഹ്യ ഇടപെടലുകൾ ഉണ്ട് എന്ന് തന്നെയാണ് CPM കരുതുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി എന്നിവർക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു PV അൻവർ മുന്നോട്ട് വെച്ചിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ CPM-ലെ ഒരു പ്രബല വിഭാഗത്തിന്റെ പിന്തുണയും PV അൻവറിന് ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനുള്ള ഇപ്പോൾ ഉയർന്ന ഒരു പൊതുവികാരം, അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പിന്തുണ PV അൻവറിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് CPM കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയതിനു ശേഷം ആ കത്ത് മാധ്യമങ്ങൾ വഴി പുറത്തുവിടുന്നു. തൊട്ടുപിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് ത്തിന്റെ വിശദാംശങ്ങളും മാധ്യമങ്ങൾ വഴി പുറത്തുവിടുന്നു. അതിനുശേഷവും തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ട് ഈ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നു. ഇത് ബോധപൂർവ്വം നടത്തുന്നതാണ് എന്ന് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കരുതുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്നപ്പോഴും CPM സംസ്ഥാന നേതൃത്വം അതിനെക്കുറിച്ച് പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. മൗനാനുവാദം ഇക്കാര്യത്തിൽ PV അൻവറിന് നൽകുന്ന രീതിയിലായിരുന്നു CPM മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ പിന്നീട് PV അൻവറിന്റെ പോക്ക് ശരിയല്ല എന്ന വിലയിരുത്തൽ CPM-ൽ തന്നെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. PV അൻവർ ഇനി പരസ്യ പ്രതികരണം നടത്തരുത് എന്നത് അത് അംഗീകരിക്കുന്നുവെന്ന് PV അൻവർ വ്യക്തമാക്കുകയും തുടർന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇനിയും PV അൻവർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയാണ് CPM മുന്നിൽ കാണുന്നത്. താൽക്കാലികമായാണ് ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ നിർത്തുന്നതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് PV അൻവറിനെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് CPM എത്തുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന കമന്റുകൾ, അതാണ് CPM-നെ കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ പരസ്യ പ്രസ്താവന വേണ്ട എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന P. ജയരാജൻ അതുപോലെ തന്നെ മന്ത്രി V. ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതിന് താഴെ വരുന്ന കമന്റുകളാണ് ഏറ്റവും പ്രധാനമായും CPM-നെ ആശങ്കപ്പെടുത്തുന്നത്. തീവ്ര സ്വഭാവമുള്ള ചില സംഘടനാ പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു. CPM അണികളെന്ന പേരിലാണ് ഇവർ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാണ് CPM കരുതുന്നത്. കാരണം CPM-ന്റെ സംഘടനാ സംവിധാനത്തിൽ ഇത് പതിവില്ലാത്തതാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ പിന്നീട് ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാകുന്നത്. കൃത്യമായ ഒരു പിന്തുണ PV അൻവറിന് ലഭിക്കും എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം
PV അൻവർ പറയുന്നതാണ് ശരി എന്ന തരത്തിലേക്ക് കാര്യം കൊണ്ടുപോകാനുള്ള ശ്രമം എന്നാണ് CPM സംസ്ഥാന നേതൃത്വം കരുതുന്നത്. അത് അപകടകരമെന്ന വിലയിരുത്തലേക്ക് CPM എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ഇന്റലിജൻസും PV അൻവറിനെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. PV അൻവറിന് പിന്നിൽ ചില ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ബിസിനസ് താല്പര്യമുള്ള ചില വ്യക്തികൾ പോലും PV അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തുടർച്ചയായി അദ്ദേഹം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ട് ഇത്തരമുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനു പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് സംസ്ഥാന ഇന്റലിജൻസും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് PV അൻവറിനെതിരെ ആഞ്ഞടിച്ചത്. മാത്രമല്ല ഇനിയും PV അൻവർ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ തനിക്കും കൂടുതൽ പറയാനുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നതും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഏതായാലും CPM ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ CPM നേരത്തെ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സ്വതന്ത്ര MLA ആയി PV അൻവറിനെയും അതുപോലെ തന്നെ KT ജലീലിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും അതുപോലെ തന്നെ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. കോൺഗ്രസിന്റെ ഉറച്ച കൂട്ടായി അറിയപ്പെട്ടിരുന്ന നിലമ്പൂരിൽ PV അൻവറിനെ നിർത്തുമ്പോൾ ചില ലക്ഷ്യങ്ങൾ CPM ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ലക്ഷ്യങ്ങളും മറികടന്നുകൊണ്ട് ഇപ്പോൾ PV അൻവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തീവ്ര സ്വഭാവമുള്ള ചില സംഘടനാ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പിന്തുണ അൻവറിന് ലഭിക്കുന്നു എന്നതാണ് ഇപ്പോൾ CPM-നെ ഞെട്ടിക്കുന്നത്. കാര്യങ്ങൾ തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന വിലയിരുത്തലിലേക്ക് CPM ഇപ്പോൾ എത്തുകയാണ്. നേരത്തെ ചില വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂനപക്ഷ പ്രകടനം ഉൾപ്പെടെ നടത്തിയത് തിരിച്ചടിയാകുന്നു എന്ന വിലയിരുത്തൽ ഇപ്പോഴും ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. പ്രദീപ്. ശരി രാജീവ്, ഇത് രാജീവ് പറഞ്ഞു വയ്ക്കുന്നത് ബിസിനസ് എന്ന് മാത്രമേ രാജീവ് പറഞ്ഞിട്ടുള്ളൂ. ഏതുതരം ബിസിനസ് എന്ന് പറഞ്ഞില്ല. അത് വളരെ ഡീസൻ്റായി പറഞ്ഞു വെച്ചു. അതുപോലെ ഏറ്റവും ഒടുവിൽ കാണുന്ന ചിത്രം ഭസ്മാസുരൻ്റെതാണല്ലേ?